അയ്യേ, എന്നാലും എൻ്റെ വാലണ്ണ, നിങ്ങൾക്കിത് എന്തു പറ്റി? നിങ്ങൾ അമേരിക്കയെ കവച്ച വികസനം കൊണ്ടുവന്നവരല്ലേ? ആണേ. അപ്പോൾ ആ വികസനം മാത്രം പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക് 140 ഒരു 130 സീറ്റ് കിട്ടാൻ? അല്ലാതെ ഞങ്ങൾ ഈ മനുഷ്യർ ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണ്. ഞങ്ങളെ തമ്മിൽ ഇങ്ങനെ അവിടെ വാരണൻ ഇങ്ങനെ വിഷം ഛർദ്ദിച്ചു വെച്ചാൽ അത് വിലപ്പോകത്തില്ല വാരണ. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ, കേരളത്തിലെ നമ്മുടെ പൊന്നു തിരുമനസിൻ്റെ ഏറ്റവും വലിയ വാഴ്ത്തുപാട്ടുകാർ മോദിജിയുടെ പാർട്ടിക്കാരാണ്. നിങ്ങളിങ്ങനെ ഈ ഒളിസേവയ്ക്ക് പകരം ഒന്നിച്ചൊരു മുന്നണിയായിട്ട് അങ്ങ് മത്സരിച്ചുകൂടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സാമ്പത്തിക ലാഭമുണ്ട്. പിന്നെ ഈ പാവം അണികളെ തമ്മിൽ തല്ലിക്കാതിരിക്കാം. അണ്ണാ, ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുക. അണ്ണാ, നിങ്ങൾ എന്തിനിങ്ങനെ പരിഹാസപാത്രമാവുന്ന അണ്ണാ? നിങ്ങൾ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അല്ലയോ? ആണേ. പിള്ളേർ രണ്ടും നല്ല നിലയിലാണ്. യൂറോപ്പിൽ നല്ല നിലയിൽ അവർ ജീവിക്കുന്നു. അല്ലാതെ ചെങ്കൊടി പിടിക്കാൻ പോയവരല്ലല്ലോ. പിന്നെ കുടുംബം നല്ല സാമ്പത്തികമായി സുഭദ്രമായ നിലയിലാണ്. ഇതെല്ലാം 50-60 വർഷം കൊണ്ട് ഞങ്ങളെ സേവിച്ച് വന്നതല്ലേ. MP ആയി, MLA ആയി, പലതവണ മന്ത്രിയായി, പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചു. ഇഷ്ടംപോലെ നികുതിദായകരുടെ പണം ഇഷ്ടംപോലെ അങ്ങ് സേവിച്ചു. മതി പാലണ്ണ. ഇനി നിങ്ങളിങ്ങനെ എടുക്കാച്ചരക്കാവരുത്. ഇനിയും നിങ്ങൾ ഇതേ രീതി തുടർന്നാൽ നിങ്ങൾ ആ തിരുതത്തോമയുടെ ലെവലിലെത്തും. അത് ഞങ്ങൾക്ക് സഹിക്കില്ല. എന്നാൽ ഞാൻ ലാൽ സലാം എന്ന് പറയത്തില്ല. എല്ലാ അണ്ണൻ്റെ ഇഷ്ടം പോലെ. വിഷമമുണ്ട് പാലണ്ണ, വിഷമമുണ്ട്.